ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുന്നത്. റെസനേറ്റ് ചെയ്യുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങളുടെ ഇതുവരെയുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. ഏസ് ഓഫ് വാൺസ് ആണ്, ലവേഴ്സ് കാർഡാണ്. ക്യൂൻ ഓഫ് സോർഡ്സ്, സൺ കാർഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത്, ഹൈ പ്രീസ്റ്റസ് ആണ് ബോട്ടം. ഓക്കെ, കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ഏസ് ഓഫ് വാൺസ്, ലവേഴ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, സൺ, കിങ് ഓഫ് പെൻറ്റക്കിൾ, സ്ട്രെങ്ത്, ഹൈ പ്രീസ്റ്റസ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തുടക്കമാണ്. തുടക്കം, അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷൻ ഉള്ള തരത്തിലുള്ളൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് ചെയ്യാനോ ഒക്കെയുള്ളൊരു സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് ആയിരിക്കാം, ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, പുതിയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് ഇനിയും നിങ്ങളുടെ ഇതിൽ നിങ്ങൾ സ്ലിപ്പായി പോകരുത്, ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഇതിലാണ് നിൽക്കുന്നത് നോക്കുക. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനാണോ പോകുന്നത്, അല്ല ഒരു റിലേഷൻഷിപ്പിനാണോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത്, അല്ല നിങ്ങൾ ഒരു കോഴ്സിനാണോ കാത്തിരിക്കുന്നത്, സ്പിരിച്വാലിറ്റിയിലേക്കാണോ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്നുള്ളത് നോക്കുക. അതിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് അതിലേക്കൊരു ആത്മധൈര്യം വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്, ഒരു ഗ്രോത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു തുടക്കമാണ് നിങ്ങൾക്ക്. അടുത്തത് ലവേഴ്സിൻ്റെ കാർഡാണ്. അതായത് നിങ്ങളിലേക്ക് ഒരു നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വരുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സോൾമേറ്റായിട്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പിൻ്റെ തുടക്കവുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഒരു മാരേജിൻ്റെ എനർജി ആണെന്ന് പറഞ്ഞല്ലോ, അതിവിടെ ഉണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഒരുമിപ്പിക്കുന്നു എന്നുള്ള തരത്തിലൊരു എനർജി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സ്നേഹം, ഐക്യം, ചിലപ്പോൾ ചിലരുടെയൊക്കെ ഒരു റീയൂണിയൻ ആയിരിക്കാനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളോട് ഒരു തവണ കൂടി ഒന്ന് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പരിഗണിക്കാനും ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ റീയൂണിയൻ പോസിബിൾ ആവുന്നു എന്നുള്ളതാണ്. ഒരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾക്ക് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ദൂരദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളും കൂടിയാണ് ഇവിടെ. സെക്ഷുവാലിറ്റിയുടെ ഒരു കാർഡ് കൂടിയാണ്. നിങ്ങളിലേക്ക് ഒരു പാഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെയും പാഷനെയാണ് പറയുന്നത്. ഒരു പാഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഒരു അലൈൻമെൻറ്റിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് സ്പിരിച്വാലിറ്റിയിലുള്ളവരാണെങ്കിൽ. അതായത് നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയുള്ള വ്യക്തികൾക്ക്. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതുമായിരിക്കാനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
ഓക്കെ. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നതേ ഒരു ഡീപ്പായിട്ടുള്ള സ്നേഹമാണ് എന്നുള്ളതാണ് ചിലർക്ക്. സോൾമേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ കാർമികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലൈഫ് പാർട്ട്ണറെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് ചില കാര്യങ്ങളിൽ 2 ചോയ്സസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് എന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ടേക്ക് അതിനെ നിങ്ങൾ സ്വീകരിക്കുക, മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ വിശ്വാസം നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിച്ച് അതിൽ നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ പവർ കൊണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു സെലക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുക, അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് നിങ്ങൾ എടുക്കുക. ഓക്കെ. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അത് അൺബയസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ജസ്റ്റിസ് ആണ് വരുന്നത്. നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് ഇന്നത്തെ ദിവസം യാതൊരു ഇമോഷണലി ഉള്ളൊരു അറ്റാച്ച്മെൻറ്റും കൊടുക്കുന്നില്ല. നിങ്ങൾ ഒരു കട്ട് ആൻഡ് ത്രോ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വലി ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ ദിവസം ക്ലാരിറ്റി വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് അറിയാനുള്ള സാധ്യത, ഒരു സത്യാവസ്ഥ അറിയാനുള്ള ഒരു സാധ്യതയും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടേതായിരിക്കണം തീരുമാനം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ്. നിങ്ങളുടെ ചിന്തകൾ വെച്ചിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ ആയിരിക്കണമെന്ന് മറ്റൊരാളുടെയും വാക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ കേൾക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആവുക. ആരിലും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത് കൂടിയാണ്. ഓക്കെ. ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാരിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു ക്ലിയർ മൈൻഡഡ് ആയിട്ടുള്ള ക്ലിയർ മൈൻഡഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അടുത്തത് സൺ കാർഡാണ്. ഓക്കെ. നിങ്ങൾക്ക് ഒരു ഹീലിങ്ങിൻ്റെ തുടക്കമാണ്. നിങ്ങൾ ഹീൽഡ് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ ഹീൽഡ് ആവുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വരുന്നുണ്ട്, ഒരു സക്സസ് വരുന്നുണ്ട്, ഹാപ്പിനെസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെയൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും കഴിഞ്ഞൊരു ദിവസം വരെ നിങ്ങൾ ചിലപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ മുമ്പ് നിങ്ങൾക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, വിഷമിക്കുക, അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കരകയറുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ് വരുന്നത്. എല്ലാത്തിലും ഒരു പുതിയൊരു എനർജിയാണ് വരുന്നത്. നിങ്ങളൊരു കുട്ടിയെപ്പോലെ പുതിയൊരു തുടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അത് നിങ്ങൾക്ക് സന്തോഷവും അബണ്ടൻസും കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ നിങ്ങൾക്കൊരു റീബർത്താണ് വരുന്നത്. ഓക്കെ. അതൊക്കെ മാറിയിട്ടൊരു റീബർത്ത് വരുന്നു, ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഓരോ ശ്വാസത്തിൽ പോലും തണുപ്പ് അനുഭവിക്കാനും അല്ലെങ്കിൽ ഒരു പുതുമ ഫീൽ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലും ടേക്ക് കെയർ ചെയ്യണം, അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യൂ. നിങ്ങൾക്ക് അവിടെ ഒരു ഇന്നർ ചൈൽഡ് ഹീലാവും എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അതുപോലെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുക, അവരൊത്തുള്ള അങ്ങനെയുള്ളതിലൊക്കെ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഒരു എന്താ പറയുക, നേച്ചറുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അരോമ തെറാപ്പിയൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് നിങ്ങൾ എടുക്കുന്നതായിരിക്കാം. നിങ്ങളിലേക്ക് പുതിയൊരു നിങ്ങളുടെ വേർഷൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അത് നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു ഇത് മാറ്റുന്നു, ഫേസ് നിങ്ങൾക്ക് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ. പുതിയൊരു തുടക്കമാണ് എല്ലാത്തിലും. ഓക്കെ. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളത് തന്നെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത്. ഓക്കെ. വെൽത്ത് അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം, ലീഡർഷിപ്പ്, സെക്യൂരിറ്റി, അതുപോലെ തന്നെ സക്സസ്. ഇവിടെ ഒരു സക്സസ് തന്നെയാണ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഐശ്വര്യം വരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഒരു ഡെപ്പോസിറ്റ്സ് ഒക്കെ വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണാൻ. ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് വെൽത്തിനെ, സക്സസ്സിനെ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾഡ് ആയിരിക്കാം, അതിൽ നിന്നും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എൻജോയ് ചെയ്യൂ എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. ഫ്രൂട്ട്സ് ഓഫ് ദി ലേബർ എൻജോയ് ചെയ്യണം എന്നുള്ളത് കൂടിയാണ് ഓക്കെ പറയുന്നത്. അതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നൊരു വ്യക്തി ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോഫ്റ്റ് സ്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പുതിയ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കാണാനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി നിങ്ങൾക്ക് മറ്റുള്ളവരോട് പെരുമാറാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്ട്രെങ്ത് കാർഡിൽ. ഓക്കെ, അതുപോലെ സ്പിരിച്വലി നിങ്ങൾക്ക് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. സ്പിരിച്വലി കൂടുതൽ നിങ്ങൾ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതും കൂടിയാണ്. ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സോഫ്റ്റ് പവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളെ മുന്നോട്ടേക്ക് നയിക്കാനുണ്ട്, അവരെ അബണ്ടൻസിലേക്കൊക്കെ നയിക്കാനുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പാത നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലൊരു എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജിയാണ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയുന്നു എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത് ഭാവിയിൽ റിവാർഡഡ് ആവും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സ്കില്ലിനെ റിവാർഡഡ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി മറ്റുള്ളവർ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് പറയാനും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഇതിൽ അവർക്ക് വലിയൊരു ചേഞ്ച് വരുത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എത്ര പ്രഷർ ഉണ്ടായാലും നിങ്ങൾക്കിന്ന് കൂളായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനെ കാണാനും ഡീൽ ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും സ്പിരിച്വാലിറ്റിയിലേക്ക് തന്നെയാണ് പറയുന്നത്. സ്പിരിച്വലി നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം സംസാരിക്കുന്നുണ്ടാവും, ഗൈഡൻസ് എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്പിരിച്വലി മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇന്നത്തെ ദിവസം ഒരു ഇൻഡ്യൂഷൻ തോന്നുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ആ ഒരു എനർജിയെ നിങ്ങൾക്ക് ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതുപോലെ വീഡിയോസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗൈഡൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാവും, അതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹൈ പ്രീസ്റ്റസ് ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഒരു സീക്രട്ട് റിവീൽ ആവുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പല രഹസ്യങ്ങളും അറിയുന്നു, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവുന്നു. സ്പിരിച്വാലിറ്റി അതുപോലെ ഡിവൈൻ ഫെമിനൈൻ ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം വരികയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഇത്രയും നാൾ ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തോ ഒരു പവർ ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തോ ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ കൂട്ടി കാര്യങ്ങൾ കാണാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോടത് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. അങ്ങനെ ഒരു അറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചിലരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പിരിച്വലി ഒരു പുതിയൊരു കോഴ്സ്, ഇവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പിരിച്വലി ഒരു പുതിയ കോഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും എന്നുള്ളത് കൂടിയാണ്. ചിലരൊക്കെ നിങ്ങളെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അങ്ങനൊരു സംസാരം ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതലും സ്പിരിച്വലി ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനുള്ളത്. ഓക്കെ, ഡിവൈൻ ഫെമിനെ എനർജി ആയിട്ട്
ഓക്കെ, എന്തോ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാനുണ്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു ഇവിടെ ഒരു അമ്മ പോലുള്ള നിങ്ങളുടെ ഒരു അമ്മ ക്യാരക്ടറായിട്ട് ചിലപ്പോൾ ഒരു എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ, അതിനൊരു ക്ലാരിറ്റി കിട്ടാനുള്ളൊരു സാധ്യത ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അമ്മയെപ്പോലെ നിങ്ങൾ കാണുന്ന വ്യക്തി, അവരിൽ ഒരു ക്ലാരിറ്റി കിട്ടാനൊരു സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഒരു ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു തുടക്കം, ഒരു സക്സസ്, ഇവിടെ അബണ്ടൻസ്, ഇവിടെ സക്സസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മാരേജിൻ്റെ പോലെ എനർജി ഉണ്ട്, പാർട്ട്ണറെ കിട്ടുന്ന തരത്തിലുള്ള എനർജി. അതുപോലെ തന്നെ ഇവിടെ സ്ട്രെങ്ത് കാർഡും ഉണ്ട്. ചില വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങൾ മാറി നിൽക്കുന്നതുമായിരിക്കാം. ഈ ഒരു സമയത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം ഒന്ന് കെട്ടടങ്ങട്ടെ അല്ലെങ്കിൽ തീരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുന്ന തരത്തിലൊരു എനർജി കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ സ്ട്രെങ്ത്തിൽ നിങ്ങളതിനെ, അതായത് ആ ഒരു സിറ്റുവേഷൻ നാച്ചുറലായിട്ട് അൺഫോൾഡ് ആവട്ടെ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പോൾ നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന്. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. യെസ്, സക്സസ് ആണല്ലോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരുന്നുണ്ടെന്ന്. സക്സസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ലൈഫ് മൊത്തം മാറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് വിജയം യൂണിവേഴ്സ് കൊണ്ടുതരുന്നു. അതിനുള്ള പാത മുന്നിലേക്ക് തുറക്കുന്നു. നിങ്ങൾ ഹീൽഡ് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, സക്സസ്സിലേക്കുള്ളൊരു പാത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. നോക്കാം. യെസ്, നേരത്തെ ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അപ്പോൾ നിങ്ങളോട് വ്യക്തതയോടുകൂടി സംസാരിക്കാൻ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു തുടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ബി അസർട്ടീവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ തീരുമാനങ്ങളൊന്നും മാറ്റേണ്ടതില്ല. നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ്. അസർട്ടീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. നിങ്ങളൊരു മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ അതായിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇവിടെയും അങ്ങനെ ഒരു എനർജിയാണ് കേട്ടോ പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളായിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മാറേണ്ടതില്ല എന്നുള്ളതാണ്. റീകൺസിഡർ. അപ്പോൾ ചിലരോടൊക്കെ ഒന്ന് റീകൺസിഡർ പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒരു പരിഗണനയിൽ കൊണ്ടുവരണം എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് പരിഗണിക്കൂ. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ഒന്നും കൂടി ഒന്ന് നിങ്ങൾ വാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന്. It's safe for you to love. Open your heart to give and receive the highest energy of all. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു സേഫായിട്ട് ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് സേഫാണ് എന്നുള്ളതാണ്. അതിനെ റിസീവ് ചെയ്യാൻ നിങ്ങളുടെ ഹൃദയം തുറക്കാനും അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹം കൊടുക്കൂ, അത് റിസീവ് ചെയ്യൂ എന്നുള്ളതാണ്. സ്നേഹം കൊടുത്താലാണ് നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം തിരിച്ച് കിട്ടുന്നത് എന്നുള്ളതാണ്. ഫിനാൻസ് ആൻഡ് കരിയർ. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിനെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളത് കാരണമായിരിക്കാം ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാത്തത് എന്നുള്ളതും കൂടിയാണ്. സോൾമേറ്റ് കണക്ഷൻ. ഇവിടെ ഞാൻ സെയിം കാർഡാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ലവേഴ്സിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു സോൾമേറ്റ് ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റീയൂണിയൻ ഒരു സോൾമേറ്റുമായിട്ടായിരിക്കാം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതൊരു സോൾമേറ്റ് കണക്ഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നുള്ളതാണ്. ഒരു കാർഡും കൂടി എടുക്കാം. പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാഗ്സ്. ദ സൈൻസ് ആർ കോഷനിങ് യു. ഓക്കെ, അപ്പോൾ ഇവിടെ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ബന്ധങ്ങളിൽ ചിലർക്കൊക്കെ ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ചില റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഇവിടെ റീകൺസിഡർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽഫ്സ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീപ്പൻസ്. അപ്പോൾ നിങ്ങളോട് പരസ്പരം കൂടുതൽ അടുത്തറിയാനാണ് പറയുന്നത്. എങ്കിലാണ് നിങ്ങളുടെ ഇന്നർമോസ്റ്റ് സെൽഫ് പരസ്പരം മനസ്സിലാക്കുന്നതും നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കുന്നതും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക, നന്നായിട്ട് സംസാരിക്കുക. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അത് ഉള്ളിൽ വെച്ചിരിക്കാതെ
സംസാരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. സാഹചര്യങ്ങളെ മനസ്സിലാക്കൂ, സംസാരിക്കൂ, മുന്നോട്ടേക്ക് പോകൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഹൈ പോയിൻ്റ് കണ്ടു കഴിഞ്ഞാൽ ഹൈ പോയിൻ്റ് കൂടെ ഒന്ന് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല റീഡിങ്ങുമായിട്ട് വീണ്ടും കാണുന്നവരെ ബി പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.